632 കോടി രൂപയുടെ ഡ്രഗ്സ് പിടിച്ചെടുത്തു. അതുപോലെ ഏതാണ്ട് ഒരു 60,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്യും. ഇത് കേരളത്തിലെ മാത്രമുള്ള വാർത്തയാണ്. ഭാങ് കൃഷി അല്ലെങ്കിൽ കഞ്ചാവ് കൃഷിയൊക്കെ പല കരീബിയൻ ഐലൻഡുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാനുള്ള ഡ്രഗ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ലീഗൽ സിസ്റ്റമാണ്. മെത്താംഫിറ്റമിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ഈ പറയുന്ന MDMA. മറ്റു ചില ആൾക്കാർ ഈവൻ ടെർപ്പൻറ്റൈൻ പോലും അല്ലെങ്കിൽ പെട്രോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അഡിക്ഷൻ ഡ്രഗ്സ് ഇൻഹലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. വെൽക്കം ടു അവർ ഹെൽത്ത് ടോക്ക്. ഇന്നത്തെ നമ്മളുടെ അതിഥി വളരെ റെപ്യൂട്ടഡും വൈബ്രൻറ്റുമായിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസാണ്. മെഡിക്കൽ ഡയറക്ടർ സെൻറ്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ, അതുപോലെ തന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസിനെ ഹാർദവുമായിട്ട് ടോക്ക് ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഡോക്ടർ, ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുന്ന പേരൻസിനുള്ളൊരു വലിയ കൺഫ്യൂഷനാണ്, എൻ്റെ കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ. എസ്പെഷ്യലി ഡ്രഗിൻ്റെയും ഡിസൈനർ ഡ്രഗ്സിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്? ലഹരിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ലഹരിയെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശം എന്താണെന്ന് ഒരുപക്ഷെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുമായിരിക്കും. ഏറ്റവും കൂടുതൽ മെഡിക്കലി യൂസ്ഫുള്ളായിട്ടുള്ള ലഹരി എന്ന് പറയുന്ന ഇൻവേർട്ടഡ് കോമയിലുള്ള സാധനം മോർഫിൻ അല്ലെങ്കിൽ ഫെൻറ്റിനൽ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ മെഡിക്കലി ഉപയോഗപ്രദമായ രീതിയിൽ ടെർമിനലി ഇൽ പേഷ്യൻസ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ഉള്ള രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു ഡോക്ടറൂടെയാണ് ഞാൻ. അപ്പം ന്യായമായിട്ടും അഡിക്ഷൻ തരുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് എന്നുള്ള ഇൻവേർട്ടഡ് കോമയിലുള്ള പല മരുന്നുകളും മെഡിക്കൽ യൂസിന് വന്നിട്ടുള്ളതിനെ അബ്യൂസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 23 ജൂൺ 2025 മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് കഴിഞ്ഞിട്ടുള്ള പേജിൽ കാണുന്ന വാർത്തയാണിത്. ഈ വാർത്തയിൽ എഴുതിയേക്കുന്നത് 9 വർഷം കൊണ്ട് ഏതാണ്ട് 632 കോടി രൂപയുടെ ഡ്രഗ്സ് പിടിച്ചെടുത്തു. അതുപോലെ ഏതാണ്ട് ഒരു 60,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇത് കേരളത്തിലെ മാത്രമുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ ഹെൽത്ത് ഇഷ്യൂ, സോഷ്യൽ ഇഷ്യൂ, ഫാമിലി ഇഷ്യൂ, വർക്ക് പ്ലേസ് ഇഷ്യൂ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് സാധാരണമായി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് എന്നുള്ള ഇൻവേർട്ടർ കോമായി പറയപ്പെടുന്ന അഡിക്ഷൻ തരുന്ന വസ്തുക്കൾ, അത് നോട്ട് ഓൺലി ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്ത്, ഫുഡിനെ നമുക്ക് അഡിക്ഷൻ്റെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും പ്രധാനമായിട്ടും നാച്ചുറലി ഒക്കറിങ് അഡിക്റ്റീവ് സബ്സ്റ്റൻസസ്, അതാണ് നല്ല വാക്ക്. അത് മരിജുവാന അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭാങ് എന്ന് പറയുന്ന സാധനം, അതല്ലെങ്കിൽ നമ്മുടെ ഇടുക്കി ഗോൾഡ് കഞ്ചാവ് എന്നറിയപ്പെടുന്ന സാധനം, അത് ഇങ്ങനെയുള്ള നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് കാലാകാലങ്ങളായി ഭാരതത്തിൽ ഉപയോഗപ്പെട്ടിരുന്ന സംഗതിയാണ്. അന്ന് എന്തെങ്കിലുമൊക്കെയുള്ള ഫങ്ഷൻസിനൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള വിവാഹ ആഘോഷങ്ങൾക്കൊക്കെ ഭാങ് ഉപയോഗിക്കുന്നൊരു കൾച്ചർ സെലിബ്രേഷൻസ് ഉണ്ട്. അത് സമൂഹത്തിൻ്റെ വിപത്തായി മാറിയത് ആധുനിക കാലത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ്. ലീഗലി അലൗഡായിട്ടുള്ള ഭാങ് കൃഷി അല്ലെങ്കിൽ കഞ്ചാവ് കൃഷിയൊക്കെ പല കരീബിയൻ ഐലൻഡുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാനുള്ള ഡ്രഗ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ലീഗൽ സിസ്റ്റമാണത്. മറ്റ് ചില അഡിക്റ്റീവ് സംഗതികളൊക്കെ എന്ന് പറയുന്നത് പല മെഡിക്കൽ കണ്ടീഷനും ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉറക്കം വരാത്ത ആൾക്കാർക്ക് ക്യാമ്പോസ്, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ക്യാമ്പോസ്. അതുപോലൊക്കെയുള്ള മരുന്നുകൾ
ഇന്ന് അഡിക്ഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് MDMA. അത് വളരെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഉം. ഒരു പേര് ഡ്രഗാണ്. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു എല്ലാവർക്കും കുളിരുള്ള അറിയാം. അതെ, അതൊരു മെത്താംഫെറ്റമിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ഈ പറയുന്ന MDMA. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികൾ അഡിക്റ്റീവായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. മറ്റു ചില ആൾക്കാർ ഈവൻ ടെർപ്പൻറ്റൈൻ പോലും അല്ലെങ്കിൽ പെട്രോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അഡിക്ഷൻ ഡ്രഗ്സ് ആയിട്ട് ഞാൻ ഇൻഹലേഷന് കേട്ടിട്ടുണ്ട് സൗദി വേണ്ടി അറേബ്യ പോലുള്ള ഉപയോഗിക്കുന്ന കൺട്രീസിൽ. രാജ്യങ്ങളുണ്ട്, അല്ലെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മാഡം ചോദിച്ച ചോദ്യത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ, പ്രൊഫഷണലെന്നോ അല്ലെങ്കിൽ തെരുവോരത്ത് ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തികളോ എന്ന വ്യത്യാസമില്ലാതെ, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ, ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലെന്നോ അല്ലാത്ത വ്യക്തികളെന്നോ വ്യത്യാസമില്ലാതെ, സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവൻ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇനി ഒരാൾ എങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഏറ്റവും നല്ല ഡയഗ്നോസിസ് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാർ ഫാമിലി മെമ്പേഴ്സാണ്. കാരണം ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ്, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ നിന്ന് പുറമോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ വീട്ടിൽ കാണിക്കുന്നു, ഭക്ഷണത്തിനോടുള്ള വിരക്തി, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു അലസത, പിന്നെ നമുക്ക് കണ്ണുകൾ കാണുമ്പോൾ അറിയാം, കുഴിഞ്ഞ കണ്ണുകൾ, പ്രസാദമില്ലാത്ത മുഖം, എന്തിനോടും വിരക്തി, അല്ലെ എന്തിനോടും ഒരു റെവല്യൂഷണറി ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാലൻ്റുള്ള വ്യക്തികളിലെ ഓവർ എന്തൂസിയാസം. ഉദാഹരണം ഡ്രംസോ അല്ലെങ്കിൽ ഗിറ്റാറോ ഒക്കെ കളിക്കുന്ന കുട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, പിന്നെ വീട്ടുകാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് സൂക്ഷിച്ചിട്ട് കൂട്ടുകാരുമായിട്ട് മാത്രം ഇൻവോൾവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അതെ, ആ ഒരു കാറ്റഗറി വരുമ്പോഴേ നമുക്ക് സംശയിക്കണം, ഈ കുട്ടിക്ക് എവിടെയോ എന്തോ പിഴച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളത് ഏറ്റവും നല്ലത് കുടുംബത്തിലുള്ള ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ആരെങ്കിലും ഈ ഡ്രഗ് അഡിക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ ഏറ്റവും. അതല്ലെങ്കിൽ പിന്നുള്ളത് നല്ല സ്കൂളാണെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇന്ന് സ്കൂളുകളൊക്കെ പഴയ കാലത്തെ പോലെ ചൂരൽവടിയൊന്നും ഉള്ള സ്കൂളല്ലല്ലോ. അപ്പം കൂടുതലും ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവന്യൂ. ഇത് നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണല്ലോ, നമ്മളുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഈസി അവൈലബിലിറ്റി, ആ ഒരു അവൈലബിലിറ്റി ഇതിൻ്റെ ഉപയോഗം കൂട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇമ്പാക്ട്സ്, അത് ഡോക്ടർ ഒരു ഓൺകോളജിസ്റ്റ് എന്നുള്ള നിലയിൽ, ഓൺകോളജി സർജൻ എന്നുള്ള നിലയിൽ അത് എത്രത്തോളം അത് ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും, അതിൻ്റെ അവൈലബിലിറ്റി വീണ്ടും വീണ്ടും ഉള്ള ഉപയോഗം കൊണ്ട്. അത് ഞാൻ ഈ പത്രവാർത്ത പറഞ്ഞപ്പം ഇത്ര 632 കോടിയുടെ ഡ്രഗ് പിടിച്ചു എന്ന് പറയുമ്പോൾ എത്രയോ മടങ്ങ് കോടികളുടെ മരുന്ന് പിടിക്കാത്തതുണ്ട്. അതിൻ്റെ അർത്ഥം ഇതെവിടെയെങ്കിലും മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. ഏത് ബിസിനസ്സും വിജയിക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സാധനത്തിൻ്റെ അവൈലബിലിറ്റി കൂടും. പിന്നെ മിക്കവാറും ഈ മരുന്നുകളൊന്നും ഒരിക്കലും ഒരു രജിസ്റ്റേർഡ് ഫാർമസ്യൂട്ടിക്കൽ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനർത്ഥം ഇതൊരു അണ്ടർഗ്രൗണ്ട് മാഫിയ സംഘം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ പല തുറകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ കാരിയേഴ്സായിട്ടോ, അഡിക്ട്സും പ്ലസ് കാരിയേഴ്സായിട്ട് മാറുമ്പോഴാണ് ഇത് സമൂഹത്തിലോട്ട് ഇത് പെർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇതിനകത്തുള്ള ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് പല തരത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നാമത് കൺസ്യൂം ചെയ്യുന്ന ഡ്രഗ്സ്, അത് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. 2 ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സ് ഉണ്ട്. പെത്തഡിൻ എന്നൊക്കെ പറയുന്നത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ ഇൻഹെയിൽ ചെയ്യുന്നത്, അത് വലിച്ചെടുക്കുന്ന, ഇപ്പോൾ സിഗരറ്റിൻ്റെയൊക്കെ അകത്തുള്ള ചുക്കയൊക്കെ മാറ്റിയിട്ട് ഈ ഡ്രഗ്സ് വലിച്ചെടുക്കുന്ന സംഗതിയുണ്ട്. പിന്നെ ഹുക്ക പോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് വലിക്കുന്ന സംഗതിയുണ്ട്. അപ്പം ഏത് മെത്തഡോളജിയിലാണിത് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ഹസാർഡ്സ് മാറിയിരിക്കും. പക്ഷേ ഇവൻച്വലി
ഇത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ബ്രെയിൻ ആൻഡ് ബിഹേവിയറൽ നേച്ചറിലാണ്. യെസ്. ബ്രെയിനിനകത്ത് ദൈവം വളരെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു 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 ജീവിയാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ വിവേചന ശക്തി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാമൽസിൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ. മാത്രമാണ്. അപ്പോൾ ഈ വിവേചന ശക്തി നമുക്ക് തരുന്ന ബ്രെയിൻ്റെ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെ നമുക്ക് കൊഗ്നിഷൻ, ബിഹേവിയർ, ഇൻ്ററാക്ഷൻ, ശരി. പബ്ലിക് റിലേഷൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന പല പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഈ ഡ്രഗ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പല ഭാഗങ്ങളും സബ്മിഷനിലിരുന്നെങ്കിൽ മാത്രമേ മറ്റൊരു ഭാഗം ആക്റ്റീവ് ആകാൻ ആക്റ്റീവ് പറ്റുള്ളൂ. ആക്കാനായിട്ട്. അപ്പം മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് മുമ്പുള്ള ജീവികളിലൊക്കെ തലാമിക് ലെവൽ, അതാണ് നമ്മൾക്കൊരു പട്ടിയെ നമ്മൾ കല്ലെടുത്ത് കഴിഞ്ഞാൽ പട്ടി കടിക്കാൻ പറ്റും. അതിനർത്ഥം ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഇമ്പൾസീവായിട്ട്. അത് വരുന്നത് തലാമിക് ഏരിയ ബ്രെയിനിനകത്ത് വരുന്ന സംഗതിയാണ്. അതിൻ്റെ മുകളിലാണ് കോർട്ടക്സ് വരുന്നത്. അപ്പം തലാമിക് കോർട്ടക്സ് കൺട്രോൾ ആക്സിസിനകത്ത് ഉണ്ടാകുന്ന എല്ലാം ദീസ് ആർ ഓൾ ട്രാൻസ്ഫറിങ് ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. അതിനെല്ലാം ഒരു മീഡിയേറ്ററായിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. അവിടെയാണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതുവരെ മിണ്ടാതെ നടന്ന ആൾക്കാർ ചിലപ്പം ഹൈപ്പറായിട്ടിരിക്കുമ്പോൾ അർത്ഥം ദർ ഇസ് സംതിങ് ഹാപ്പനിങ് ഇൻ ദ ബോഡി. ഇതിന് ക്യാൻസറുമായിട്ട് ബന്ധം വരുന്നില്ലെങ്കിലും ബാക്കിയുള്ള പല അസുഖങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണം. ഉദാഹരണത്തിന് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നതിലൊന്നാണ് HIV. അത് പക്ഷേ ഈ ഡ്രഗ് അഡിക്സിനും HIV ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു പ്രൊമിസ്ക്വിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രഗ് അഡിക്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നോർമൽ ഒരു സംഗതിയാണ്. അതുമൂലം ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഉണ്ടാവും. ഈ ഹെർപ്പിസ് പോലുള്ള അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോലും യൂഷ്വലി ബൈ ദിസ് ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കും. അതിനർത്ഥം അവർക്ക് അത്രയും കെയർ ഫ്രീ ആണ് അവരുടെ ജീവിതം. ഇപ്പം ദാറ്റ് ക്യാൻ ലീഡ് ടു ഇവൻച്വലി സർവീസ് ക്യാൻസർ, ഓറൽ ക്യാൻസർ ഒക്കെ. അങ്ങനെ അല്ലാതെ ക്യാൻസർ സംബന്ധമായിട്ട് ഇതിനുള്ള പ്രസക്തി വളരെ താമസിച്ച് മാത്രമേ വരുള്ളൂ. ലോങ് റണ്ണിങ് സിറ്റുവേഷനിലായിരിക്കും അത്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഇമ്പൾസിവിറ്റിയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പം വയലൻറ്റ് നേച്ചർ ഭയങ്കരമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് കൂടി വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ടീച്ചേഴ്സോ ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു ചെറിയ നോ കേട്ടാലോ അല്ലെ ഒരു റിജക്ഷൻ കേട്ടാലോ അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലോ ഒക്കെ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് പെട്ടെന്നൊരു വയലൻസ് നേച്ചറിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്? പറഞ്ഞ കാരണം മനസ്സിലായി, എന്നാൽ പോലും അതൊന്ന് എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാല്യൂസ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യും. ഹ്യൂമൻ വാല്യൂ, മനുഷ്യരുടെ വാല്യൂസും അവരുടെ അപ്രോച്ചും മാറിക്കൊണ്ടേയിരിക്കും. പണ്ട് കാലത്ത് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകുടുംബം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അവിടുന്ന് എഡ്യൂക്കേഷനും വെൽത്തും ഒക്കെ നമ്മൾ കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് ചുരുങ്ങിക്കഴിഞ്ഞു. പല വീടുകളിലും അല്ലെ പല ഭവനങ്ങളിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഭർത്താവിൻ്റെ കോൺസെപ്റ്റ്സ് ഒരു വഴിയെ, ഭാര്യയുടെ കോൺസെപ്റ്റ്സ് ഒരു വഴിയെ, കുട്ടികളുടെ കോൺസെപ്റ്റ്സ് വേറൊരു വഴിയെ, ഒരു പരസ്പര ആശയവിനിമയം പോലും ഇല്ലാത്ത ഫാമിലീസ്, ബ്രോക്കൺ ഫാമിലീസ്, സിംഗിൾ പേരൻസ്, അങ്ങനെയൊക്കെയുള്ള പല സോഷ്യൽ സിറ്റുവേഷൻസും സമൂഹത്തിലുണ്ട്. ഇവിടെയൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് ഈ സിറ്റുവേഷനിലൊക്കെ അതുമായിട്ട് പ്രതികരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ വയലൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആക്ഷൻ പറഞ്ഞാൽ അത് എങ്ങനെയും കിട്ടിയിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോളറൻസ്, അതല്ലെങ്കിൽ കണ്ടൻമെൻറ്റ് ഇൻ ലൈഫ്. ഇതൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു സംഗതിയല്ല. അതിൻ്റെ കാരണം ഇമ്പൾസീവായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻസ് മാത്രം. കാരണം ഫൈനാൻഷ്യലി പഴയ കാലത്തെ അപേക്ഷിച്ച് ആൾക്കാർ മോർ സെക്യൂർ ആണ്. കുട്ടികൾക്കറിയാം അവരുടെ പേരൻസ് ഏത് ലൈഫ് സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. അവർക്കറിയാം ഇന്ന് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിച്ചു തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അതിനൊരു വാല്യൂ, ഒരു പണമുണ്ട്. ഈ പണം കുട്ടികൾ നോക്കുന്ന എക്സ് എമൗണ്ട് ഓഫ് മണി ഈസ് നീഡഡ്. ആ പണം ഇതിനല്ലെങ്കിൽ വേറൊന്നിനും ഉപയോഗിക്കേണ്ട പണം അതെനിക്ക് തരാൻ അവരുടെ ഉണ്ട്, അപ്പം തന്നേ പറ്റുള്ളൂ. അതിൻ്റെ നല്ലതാണോ അതോ ചീത്തയാണോ, അത് നമുക്ക് ഹാനികരമാണോ എന്നൊന്നും ന്യൂ ജനറേഷൻ വേർതിരിവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ വയലൻസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ തലാമിക് റെസ്പോൺസ് ടു പ്രോബ്ലംസ്, മുകളിലുള്ള വിവേചന ശക്തി ഇലക്ട്രിക് വേവ്സ്, അതാണ് കോൺസെപ്റ്റ്. അങ്ങനെ ആയി, അതാണ് നോമെന്നാണ് കാര്യം. അതിന് വേറെ മറുവശമുണ്ട്.
സമൂഹത്തിലെ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞു. അവർക്കെല്ലാം ഒരു പിയേഴ്സ് ഉണ്ട്. ഉം. അവരുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാർ അവരുടെ പിയേഴ്സാണ്. അവരെന്ത് ചെയ്യുന്നു അതായിരിക്കും യെസ്, നമ്മുടെ യെസ്, നോം. യെസ്, യെസ്, യെസ്. അതാണ് വ്യത്യാസം. അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞതുമായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്കൊരു ഹീറോയിക് പരിവേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിൻ്റെ ഇടയിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കാര്യം മാത്രം വിചാരിച്ച് ഡ്രഗ്സിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാവുന്നത്? വളരെ അല്ലാത്തപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരു ഹീറോയിക് പരിവേഷം കിട്ടുന്ന പോലെ. ഈ മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം അക്വയർ ചെയ്യുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വയർ ചെയ്യുന്ന ഈ ഒരു സംഗതി ഓരോ കുടുംബങ്ങളിലും വ്യത്യാസമുണ്ട്, ഓരോ ജനതയിൽ വ്യത്യാസമുണ്ട്, റീജിയണൽ വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ എത്തപ്പെടുമ്പോൾ നാച്ചുറലി അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഹോർമോൺസാണ്. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്ക് ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യും. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരും. നമ്മൾ ആൾക്കാർക്ക് ഹൈറ്റ് വെക്കുന്നു, അല്ലെങ്കിൽ ഇത് വെക്കുന്നു, അടുത്ത ആൾ ചെറുതായി പോകുന്നു, ഹൈറ്റ് കുറവാകുന്നു, അല്ലെങ്കിൽ അവർ പഠിക്കാൻ മിടുക്കരാകുന്നു, ഇവർ പഠിക്കാൻ മോശം. ഇതൊന്നും എല്ലാവർക്കും ഇൻ്റലിജൻസും ബുദ്ധിയോ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്യുന്ന മെത്തഡോളജിയാണ് മാറ്റം വരുന്നത്. അപ്പോൾ പലപ്പോഴും സബ്മിസീവായിട്ടിരിക്കുന്ന പല കുട്ടികൾക്കും ഡ്രഗ് അഡിക്ഷനിൽ ഉള്ള സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ അവർക്ക് നാച്ചുറലി അവർ കാണുന്ന പലരെ എമുലേറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം മോഡൽ ഉണ്ടാവും. ചെയ്യാനായിട്ട്. യെസ്. അപ്പോൾ അവർക്കൊരു ഹീറോ വർഷിപ്പ് മനസ്സിൽ വരും. ഒന്നുകിൽ സിനിമ, അതല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഹീറോസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് തോന്നും. അപ്പോൾ അവരിലുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി ഇവർ വളരെ കൂലങ്കഷമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി അവരുടെ സ്വഭാവം എന്തുവാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി 2 റൺസ് എടുത്തു കഴിഞ്ഞാൽ കാണിക്കുന്ന ആക്ഷൻസ് ആണ് ക്രിക്കറ്റർ എന്ന കുട്ടികൾക്കാണ് അവൻ അത് തന്നെ കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു സിനിമയിൽ വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ അവർ കാണുന്നവർക്ക് എന്തുകൊണ്ട് ഞാനിത് ചെയ്താൽ കുഴപ്പം എന്ത്? സിനിമയിൽ കാണുന്നത് വെറും മായികമായിട്ടുള്ള കാര്യമാണെന്നോ, അല്ലെങ്കിൽ ദേ ആർ നോട്ട് റിയൽ തിങ്സ് എന്ന ടെക്നിക്കൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് റിയാലിറ്റി അല്ല എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാത്ത ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിനെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല എല്ലാ ഗ്രൂപ്പുകളിലും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നവരാണ് അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ന് വളരെ വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത്, വളരെ സാമൂഹികമായ പ്രസക്തിയുള്ള ഒരു ടോപ്പിക്. കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹീറോയിക് പരിവേഷം കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചെന്ന് ചാടുന്നു. ഒരുപാട് കുട്ടികൾ ഡ്രഗ്സിലേക്ക് ചെന്ന് ചാടുന്നുണ്ട്. പിന്നെ മോസ്റ്റ്ലി കേൾക്കാറുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്നൊരു സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഈ പ്രൊഫഷണൽസൊക്കെ കൂടുതൽ പേരും പറയുന്നൊരു കാര്യമാണ്. ഞാൻ അടുത്തിടെ ഒരു കേസ് കൈകാര്യം ചെയ്ത് IT പ്രൊഫഷണലാണ്. ബ്രേക്കുകളിലൊക്കെ ഒരു ബീഡി യൂസ് ചെയ്യുന്നതായിട്ട്. എങ്കിൽ മാത്രമേ വർക്കിലുള്ള സ്ട്രെസ്സിനെ മാറ്റാൻ പറ്റുന്നുള്ളൂ എന്നാണ് ആളുടെ വാദം. അപ്പോൾ അത് എത്രത്തോളം അതിനകത്തൊരു ജെനുവിനിറ്റി, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് പറയാൻ വന്ന സെയിം സംഗതി IT പ്രൊഫഷനെ ഇങ്ങോട്ട് പറഞ്ഞു. May 31 എന്ന് പറയുന്നത് വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. അപ്പം ഒരു 4-5 വർഷം മുമ്പ് ഞാൻ കൊച്ചി IT പാർക്കിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു, കോഗ്നിസൻറ്റ് ഗ്രൂപ്പിനകത്ത്. അപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഗ്രൂപ്പിൻ്റെ ക്രോസ് സെക്ഷനെങ്കിലും വരുമായിരിക്കും. എന്നാൽ കൂടുതലും യങ്സ്റ്റേഴ്സിൻ്റെ സ്ഥാനത്ത് മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ യങ്സ്റ്റേഴ്സൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അവരൊക്കെ ബ്രേക്കിനും പല സംഗതിക്കും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ സ്മോക്കിംഗ് സോൺസ് ഉണ്ട്, അവിടെ നിന്ന് എല്ലാവരും പുകവലിയാണ്. അപ്പം പുകവലിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്ന കുഴപ്പങ്ങളുണ്ട്. എങ്കിലും എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത്, ഇതിൻ്റെ പുറകിലുള്ള പ്രഷേഴ്സാണ് നമ്മളെ ഓരോന്നിലോട്ട് നയിക്കുന്നത്. ഇപ്പോൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിക്കോട്ടിൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആണെന്നും ചിന്താസരങ്ങളൊക്കെ വരുമെന്നും ആശയങ്ങളൊക്കെ കൂടുതലുണ്ടാവുമെന്നൊക്കെ പറയുന്നത് വെറും മൗഢ്യമായ കാര്യമാണ്. കാരണം എങ്ങനെയാണ് ഈ നിക്കോട്ടിൻ വർക്ക് ചെയ്യുന്നത്? നിക്കോട്ടിൻ ആക്ച്വലി ചെയ്യുന്നത് രക്തക്കുഴലുകളെ കൺസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്യും നിക്കോട്ടിൻ, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൺസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് സപ്രസീവായിട്ടുള്ള ഏരിയകളും സ്റ്റിമുലേറ്റീവ് ഏരിയകളും ബ്രെയിനിലുണ്ട്. അപ്പോൾ എന്താണ് ഈ നിക്കോട്ടിൻ ചെയ്യുന്നത്? ഇത് പോയിട്ട് ആ സപ്രസീവ് ഏരിയയെ വീണ്ടും
സപ്രസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മറ്റേ ഏരിയ ആക്റ്റീവായിട്ട് തോന്നുന്നു. ഒരു ടെമ്പററി ആയിട്ട് നിക്കോട്ടിൻ എത്ര സമയം വരെ ബോഡിയിൽ ഒഴുകുമോ അത്രയും സമയം വരെ കിട്ടുന്നൊരു അനുഭൂതി മാത്രമാണ്. ആക്ച്വലി സ്പീക്കിംഗ് റിവേഴ്സാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിനിലോ നമ്മുടെ ഹാർട്ടിലോ കിഡ്നിയിലോ ലിവറിലോ ഒക്കെയുള്ള രക്തക്കുഴലുകളെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഡാമേജസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഒരു എന്താ പറഞ്ഞ ഒരു ഉട്ടോപ്പിയൻ വേൾഡിലോട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ. ഇറ്റ് നെവർ ഗിവ്സ് എ കിക്ക്, റിയൽ കിക്ക്. ഓക്കെ. ഒരു താൽക്കാലികമായിട്ട് അവരുടെ ഒരു സ്ട്രെസ് റിലീഫർ ആയിട്ട് അവർക്ക് സ്ട്രെസ് റിലീഫ് അല്ല, ശരിക്കും പറഞ്ഞാൽ അത് ടെൻഷൻ കൂട്ടുവാണ്. പക്ഷെ ഒരു അടുത്ത താൽക്കാലിക ഡോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻറ്റെയിൻ പറ്റൂ. ചെയ്ത് മുന്നോട്ട് പോകാൻ സോ പറ്റും. യു പക്ഷെ ബിക്കം എ ക്രോണിക് ചെയിൻ സ്മോക്കർ. ഡോക്ടർ, ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്താ അങ്ങ് ഭ്രാന്ത് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല, ഈ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചുവരവുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സിംഗിൾ പോയിന്റിൽ നടക്കുന്ന കാര്യമല്ല. കാരണം പല രോഗികളും ഇത് രോഗികൾ തന്നെ പറയണം, പലരും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് കഴിഞ്ഞ രീതിയിലാണ് എപ്പോഴും ഹോസ്പിറ്റൽസിലോ സൈക്യാട്രിസ്റ്റിന് എടുക്കലോ സൈക്കോളജിസ്റ്റിന് എടുക്കലോ കൗൺസിലേഴ്സിന് എടുക്കലോ എത്തുന്നത്. ഇതൊരു മൾട്ടിപ്രോങ് അപ്രോച്ച് ആയിരിക്കണം ഇവരെ കൺട്രോൾ ചെയ്യാൻ. അത് മെഡിക്കലി ഉള്ള ഡോക്ടർമാരുടെ സൈക്കോളജി സൈക്യാട്രിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. സാമൂഹികമായിട്ടുള്ള അത് സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ് ആവശ്യമുണ്ട്. ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ്. വർക്ക് പ്ലേസിൽ സപ്പോർട്ട് ആവശ്യമാണ്. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് ഒരിക്കലും ഈ ട്രീറ്റ്മെൻറ്റ് തീരുന്നതല്ല. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സായി മാറുമ്പോൾ തിരിച്ച് വീണ്ടും ഡ്രഗ് അബ്യൂസിലോട്ട് പോകാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് വിടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള അതിൻ്റെ മെത്തഡോളജി. എപ്പോഴും ദർ ഇസ് എ ഗോയിങ് ബാക്ക്, ടേണിംഗ് ബാക്ക്. ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. അത് ഏത് സ്റ്റേജിൽ നിന്നാണ് പോലും ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. എസ്പെഷ്യലി തിരിച്ചു വരാനായിട്ട് സാധിക്കും. കാരണം ബ്രെയിനിലുണ്ടാകുന്ന ബിഹേവിയറൽ പാറ്റേണിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വീണ്ടും അവരെ നമ്മൾ പഴയ സ്റ്റോറി വെച്ചിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥാനത്തു നിന്ന് കഥകൾ പറയാത്ത, അവരുടെ അന്ന് എന്തൊക്കെ അവർ മെൻ്റലി അബ്നോർമലായിരുന്നപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്താത്ത രീതിയിലുള്ള സഹാനുഭൂതിക്ക് സ്ഥാനത്ത് പോസിറ്റീവ് വൈബ്സ് കൊടുക്കാവുന്ന ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന റിവേഴ്സൽ പ്രോസസ്സാക്കാം. സമൂഹത്തിൽ കൂടുതൽ കഴിവുള്ള മിടുക്കരായിട്ടുള്ള ആൾക്കാരെ നമുക്കൊരു ജനതയെ, ഒരു വർക്കിംഗ് ക്ലാസ്സിനെ വാർത്തെടുക്കാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻസ്. താങ്ക് യു.